ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ 10 ആണ്. ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇതിൽ മെയിൻലി കവേർഡ് ആയിട്ടുള്ള സെക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ 139 ടു സെക്ഷൻ 149 വരെയുള്ള സെക്ഷൻസ് ആണ്. ഇതിലെന്താണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ്, അവരുടെ ക്വാളിഫിക്കേഷൻസ്, അവരുടെ റിമൂവൽ, റെസിഗ്നേഷൻസ്, ഇതൊക്കെ ഓരോ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഒരു ഓഡിറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്കറിയാം എല്ലാ കമ്പനികൾക്കും എന്ത് വേണം, ഓഡിറ്റർ വേണം. അപ്പോൾ ആർക്കൊക്കെ ഓഡിറ്റർ ആകാൻ പറ്റും എന്ന് നമുക്കറിയണം. ആർക്കൊക്കെ ഓഡിറ്റർ ആകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽസിന്, അതുപോലെ തന്നെ ഒരു ഫേമിന് ഒക്കെ ഓഡിറ്റർ ആകാനായിട്ട് പറ്റും. ഫേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ LLP ഓൾസോ ഇൻക്ലൂഡഡ് ആണ്. ഒരു ഇൻഡിവിജ്വലിനോ ഫേമിനോ LLPക്കോ ഓഡിറ്റ് ചെയ്യാനായിട്ട് ഉള്ള റൈറ്റ് ഉണ്ട്, ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഒരിക്കലും ഒരു കമ്പനിയായി നിന്നുകൊണ്ട് ഓഡിറ്റ് വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. ആർക്കൊക്കെ ഓഡിറ്റ് ചെയ്ത് കൊടുക്കാം? ഒരു ഇൻഡിവിജ്വലിനോ ഫേമിനോ LLPകൾക്കോ ഒക്കെ ഓഡിറ്റ് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരിക്കലും ഒരു കമ്പനിയായി നിന്നുകൊണ്ട് ഓഡിറ്റ് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് മെയിൻലി നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പിന്നെ എല്ലാ കമ്പനികൾക്കും എന്ത് വേണം, ഓഡിറ്റേഴ്സ് വേണം. എപ്പോഴാണ് ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് നമുക്കറിയണം. ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കമ്പനികൾക്കും അവരുടെ ഫസ്റ്റ് AGM നടക്കുമല്ലോ, ആ ഫസ്റ്റ് AGMൽ വെച്ചാണ് ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആ ഓഡിറ്ററിനെ ഇൻഡിവിജ്വലിനെ വേണമെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യാം, ഫേമിനെ വേണമെങ്കിൽ ഇല്ലെങ്കിൽ LLPനെ വേണമെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ആ കമ്പനികൾക്ക് ഉണ്ട്. ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗിൽ വെച്ചാണ് നമ്മൾ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓഡിറ്റർ എത്ര നാൾ അവിടെ നിൽക്കും? ഒരു ഓഡിറ്ററായി നിന്ന് കഴിഞ്ഞാൽ ഇത്ര നാൾ എന്നൊരു കണ്ടീഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ എത്ര നാൾ അയാൾ ആ ഓഫീസിൽ ഹോൾഡ് ചെയ്യും, അയാളുടെ ടെന്നർ ഓഫ് അപ്പോയിൻമെൻറ്റ് എത്ര നാളത്തേന് അയാൾക്ക് അവിടെ ഓഡിറ്റ് വർക്ക് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ദ ഓഡിറ്റർ ഷാൽ ഹോൾഡ് ഓഫീസ് ഫ്രം ദ കൺക്ലൂഷൻ ഓഫ് ഫസ്റ്റ് AGM ടിൽ ദി കൺക്ലൂഷൻ ഓഫ് സിക്സ്ത് AGM. അതായത് ഫസ്റ്റ് AGM തൊട്ട് അടുത്ത സിക്സ്ത് AGMൻ്റെ കൺക്ലൂഷൻ വരെ അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റും. അതായത് ടോട്ടലി പറയുകയാണെങ്കിൽ 5 years അവിടെ നിൽക്കാൻ പറ്റും. അപ്പം ഫസ്റ്റ് AGMൻ്റെ കൺക്ലൂഷനിൽ അയാൾ അപ്പോയിൻമെൻറ്റ് ചെയ്തു, അതുപോലെ തന്നെ അടുത്ത സിക്സ്ത് AGMൻ്റെ കൺക്ലൂഷൻ വരെ അയാൾക്ക് അവിടെ ഓഫീസിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റും. അതായത് 5 വർഷത്തേനാണ് ഒരാളെ ഫസ്റ്റ് നമ്മൾ AGMൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നത്. അതാണ് നമ്മൾ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത് പഠിക്കുന്നത്. ഈ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത് സെക്ഷൻ 139 ആണ്. ഫസ്റ്റത്തെ സെക്ഷനാണ് സെക്ഷൻ 139. അപ്പോൾ സെക്ഷൻ 139 പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സിൻ്റെ ക്രൈറ്റീരിയ ആണ്. പിന്നെ ഈ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, സെലക്ഷൻസ്, ഇതെല്ലാം നടക്കുന്നത് ഈ റൂൾസ് പ്രകാരമാണ്. ദ കമ്പനീസ് ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് റൂൾ 2014 പ്രകാരമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം സെക്ഷൻ 139 സബ്സെക്ഷൻ 1 റെഡ് വിത്ത് റൂൾ 3 and 4 ഓഫ് ദി കമ്പനീസ് ആക്ട് എന്ന് വേണം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എഴുതാനായിട്ട്. ഇനി എന്താണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആകാം, ഇല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റീസ് ആകാം. നമ്മൾ AGMൽ വെച്ചാണ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവരെ ഒരു ഓഡിറ്റേഴ്സിനെ സെലക്ട് ചെയ്യാനും അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത് ആർക്കാണ്? ഓഡിറ്റ് കമ്മിറ്റിക്ക്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുമാണ്. ഒരു ഓഡിറ്റ് കമ്മിറ്റി ഉള്ള കമ്പനി ആണെങ്കിൽ ആ ഓഡിറ്റ് കമ്മിറ്റിയാണ് ആ കമ്പനിയിലെ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. ഓഡിറ്റ് കമ്മിറ്റി ഇല്ലാത്ത കേസിലാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് ഓഡിറ്റ് കമ്മിറ്റിയാണ്. ഇപ്പോൾ ഓഡിറ്റ് കമ്മിറ്റി ഉള്ള കേസിലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു ഓഡിറ്റ് കമ്മിറ്റി ഉള്ള കമ്പനി ആണെങ്കിൽ ഓഡിറ്ററിനെ സെലക്ട് ചെയ്യും. ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് അണ്ടർ സെക്ഷൻ 177 പ്രകാരമുള്ള ഓഡിറ്റ് കമ്മിറ്റിയാണ് ഉള്ളത്. അപ്പം ഇവർ വെറുതെയൊക്കെ ചുമ്മാ ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുകയില്ല. അവർ കുറേ ക്രൈറ്റീരിയാസ് എല്ലാം നോക്കിയിട്ടാണ് ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ എന്താണ്, അയാളുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നോക്കും. അതായത് ഓഡിറ്റർ ആകാനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ, അയാൾക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ. ഇപ്പം ഒരു കമ്പനീൻ്റെ സൈസും റിക്വയർമെൻറ്റ്സും അനുസരിച്ച് ഓരോ ടേംസിലും വേരിയേഷൻസ് വരും. ഇപ്പോൾ ചെറിയ കമ്പനിയാണെങ്കിൽ അതനുസരിച്ചുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ വലിയ കമ്പനിയാണെങ്കിൽ അതനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു ഓഡിറ്ററിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓഡിറ്റ് കമ്മിറ്റി ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ അയാളുടെ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് എല്ലാം നോക്കിയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ചെക്ക് ചെയ്യുന്ന കാര്യമാണ് എനി ഓർഡർ ഓർ പെൻഡിങ് പ്രൊസീഡിംഗ് റിലേറ്റിംഗ് ടു പ്രൊഫഷണൽ മാറ്റേഴ്സ് ഓഫ് കണ്ടക്ട് അഗെയിൻസ്റ്റ് ദി പ്രൊപ്പോസ്ഡ് ഓർഡർ ബിഫോർ ദി ICI ഓർ എനി കോമ്പീറ്റ് അതോറിറ്റി ഓർ എനി അതർ കോർട്ട്. അതായത് എന്തെങ്കിലും കോർട്ടുമായി ബന്ധപ്പെട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ICA ബന്ധപ്പെട്ട്, ഇല്ലെങ്കിൽ എനി കോമ്പീറ്റിംഗ് അതോറിറ്റിയുമായിട്ട് എന്തെങ്കിലും ഒരു കേസോ വല്ല ഈ ഓഡിറ്റർക്ക് നടപ്പുണ്ടോ, എന്തെങ്കിലും പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റുമായിട്ട് ഇയാൾ എന്തെങ്കിലും തരത്തിൽ
തെറ്റോ ഫ്രോഡോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും ഇപ്പോൾ കേസോ ഫ്രോഡിലൊക്കെ അകപ്പെട്ട ഓഡിറ്റർ ആണെങ്കിൽ ഓഡിറ്റ് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഡിസ്ക്വാളിഫൈ ആയി പോകും. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഒരു കേസിൽ പെട്ട് കിടക്കുന്ന ആളാണോ, ഇനി കേസ് ഉണ്ടെങ്കിൽ തന്നെ കേസ് കഴിഞ്ഞിട്ട് ഇപ്പം നല്ല പൊസിഷനിലായിട്ടുള്ള ആളാണോ, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഓഡിറ്റ് കമ്മിറ്റി ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി ഓഡിറ്റ് കമ്മിറ്റി ഇല്ലാത്ത കേസിൽ ബോർഡിന്റെ കേസ് നമ്മൾ പഠിച്ചു. ഇനി അതുപോലെ തന്നെ പിന്നെ പറയുന്ന ഒരു കേസാണ്, ഓഡിറ്റ് കമ്മിറ്റി ഇങ്ങനെ ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തു. ഇങ്ങനെ അവർക്ക് അപ്പോയിന്റ് ചെയ്യാൻ അവരൊരു പേര് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു നെയിം നമ്മുടെ ബോർഡിന് കൊടുക്കും. അപ്പോൾ ബോർഡ് ആ പേരുമായിട്ട് എഗ്രി ചെയ്തു, ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഇത് താല്പര്യപ്പെട്ടു, ആ ഓഡിറ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ബോർഡ് അതെന്ത് ചെയ്യും, AGMലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് AGMൽ വെച്ചാണ് അത് അപ്രൂവ് ചെയ്ത് ഓഡിറ്ററിനെ ആക്കണത്. ഇനി ഒരു ഓഡിറ്റ് കമ്മിറ്റി വെച്ച നെയിമിൽ ബോർഡ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, ആ പേര് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ബോർഡ് എന്ത് ചെയ്യും, ഞങ്ങൾക്ക് ഡിസഗ്രി ചെയ്തു, ഞങ്ങൾക്കത് വേണ്ട, പുതിയ ആളെ വേണം, അങ്ങനെ വല്ലതും പറയുവാണെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി ബോർഡ് ഡിസഗ്രി ചെയ്തുകൊണ്ട് വേണമെങ്കിൽ റീകൺസിഡർ ചെയ്തിട്ട് പുതിയ ആളെ വേണമെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിക്ക് അപ്പോയിന്റ് ചെയ്തിട്ട് പ്രശ്നമില്ലാതെ പോകാം. പക്ഷേ ഈ ബോർഡ് എഗ്രി ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഇയാളെ വേണ്ട, പുതിയ ആളെ വെക്കണമെന്ന് ബോർഡ് പറഞ്ഞു, പക്ഷേ ഈ ഓഡിറ്റ് കമ്മിറ്റി അത് എഗ്രി ചെയ്തില്ല. അതായത് ഓഡിറ്റ് കമ്മിറ്റി കഷ്ടപ്പെട്ട ഒരാളെയൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്തെങ്കിലും ഒരു തെറ്റ്, എന്തെങ്കിലും വെറുതെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടല്ല ഈ നമ്മൾ ഓഡിറ്ററിൻ്റെ മിസ്കണ്ടക്ട് ബിഹേവിയർ നമ്മൾ പഠിച്ചത്, പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മിസ്കണ്ടക്റ്റ് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഇവരെ വേണ്ടെന്ന് വെക്കുകയോ കാരണങ്ങളായിട്ട് കൂട്ടേണ്ടത്. അല്ലാതെ ഒരിക്കലും പേഴ്സണൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഓഡിറ്ററെ വേണ്ട എന്ന് ബോർഡിനെ ഡിസഗ്രി ചെയ്യാനോ ഓഡിറ്റ് കമ്മിറ്റിക്ക് ഡിസഗ്രി ചെയ്യാനായിട്ടോ പറ്റില്ല. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ബോർഡ് ഡിസഗ്രി ചെയ്തു, ഈ പേര് വേണ്ട, ഓഡിറ്റ് കമ്മിറ്റി പറഞ്ഞ നെയിം വേണ്ട എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റി അത് റീകൺസിഡർ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, പുതിയ ആളെ വെച്ച് പോകാം. ഇനി ബോർഡും ഡിസഗ്രി ചെയ്തു, അതുപോലെ തന്നെ ബോർഡ് പറഞ്ഞ കാര്യം നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റി അംഗീകരിച്ചില്ല, ഇല്ല ഞങ്ങൾ ആദ്യം പറഞ്ഞ ആളെ തന്നെ ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡും ഓഡിറ്റ് കമ്മിറ്റിയും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരുന്നില്ലേ, അപ്പോൾ അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ആവുന്നു. അങ്ങനത്തെ വരുന്ന കേസിൽ ബോർഡിന് ഇഷ്ടമുള്ള ഒരാളുടെ നെയിമും വെക്കും, നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റി ഓൾറെഡി ഫിക്സ് ചെയ്ത ആളെ ആയിട്ട് ആ നെയിമും കൊണ്ടുപോയി AGMൽ വെക്കും. AGMൽ വെച്ച് കഴിഞ്ഞിട്ട് ഷെയർ ഹോൾഡേഴ്സ് ബോർഡ് പറഞ്ഞ നെയിമിൽ സാറ്റിസ്ഫൈ ആണെങ്കിൽ ബോർഡ് പറഞ്ഞ ആളെ വെക്കും. ഇനി നോട്ട് സാറ്റിസ്ഫൈ വിത്ത് ദ ബോർഡ് പറഞ്ഞ ഇതുമായിട്ട് സാറ്റിസ്ഫൈ അല്ലെങ്കിൽ നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റി പറഞ്ഞ ആളെ തന്നെ ആയിരിക്കും വീണ്ടും അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്, രണ്ടുപേരും എഗ്രി ചെയ്തു, ഓഡിറ്റ് കമ്മിറ്റി പറഞ്ഞത് എഗ്രി ചെയ്ത് ആ നെയിം തന്നെ പോകും. ഇനി ഓഡിറ്റ് കമ്മിറ്റി പറഞ്ഞ നെയിമിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി തന്നെ പുതിയ ആളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഓഡിറ്റ് കമ്മിറ്റി പുതിയ ആളെ കണ്ടുപിടിച്ചില്ല, ബോർഡ് പറഞ്ഞതിനോട് യോജിച്ചില്ല, ഞങ്ങൾ ആ പഴയ ആളെ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ആവുകയാണെങ്കിൽ ബോർഡ് ഒരു നെയിം AGMൽ കൊണ്ടുപോകും. പിന്നെ തീരുമാനിക്കുന്ന ആരാണ്, ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ഷെയർ ഹോൾഡർ ബോർഡ് പറഞ്ഞത് നെയിമിൽ സാറ്റിസ്ഫൈ ആണെങ്കിൽ ബോർഡ് പറഞ്ഞ നെയിം ആയിരിക്കും പുതിയ ഓഡിറ്ററായിട്ട് വരുന്നത്. ഇനിയും നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് അതുമായിട്ട് ഹാപ്പി അല്ലെങ്കിൽ നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ് ബോർഡ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റി പറഞ്ഞ ആൾ തന്നെയായിരിക്കും ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നോക്കേണ്ട കാര്യം, ഒരു ഓഡിറ്റ് കമ്മിറ്റി വേണമെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഓഡിറ്റ് കമ്മിറ്റി വേണോ വേണ്ടയോ എന്നൊക്കെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഓഡിറ്റ് കമ്മിറ്റി ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്, ബോർഡാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് തീരുമാനിക്കുന്നത്. ഇനി ഒരു ഓഡിറ്റ് കമ്മിറ്റി വേണ്ടിയത് ആർക്കൊക്കെയാണ്? സെക്ഷൻ 177 പ്രകാരം ഒരു ഓഡിറ്റ് കമ്മിറ്റി ആർക്കൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ലിസ്റ്റഡ് പബ്ലിക് കമ്പനികൾക്കും ഓഡിറ്റ് കമ്മിറ്റി നിർബന്ധമായിട്ടും വേണം. അതുപോലെ തന്നെ പബ്ലിക് കമ്പനി ലിസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ പബ്ലിക് കമ്പനിക്കും എന്ത് വേണം, നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റി വേണം. പക്ഷെ ലിസ്റ്റഡ് അല്ലാത്ത പബ്ലിക് കമ്പനികളില്ലേ, സാധാ പബ്ലിക് കമ്പനികൾക്കും വേണം. അതിന് ചില ക്രൈറ്റീരിയസ് ഉണ്ട്. അതായത് പബ്ലിക് കമ്പനിക്ക് പെയ്ഡ് ക്യാപിറ്റൽ ഓഫ് 10 crore rupees ഓർ മോർ ഉണ്ടെങ്കിൽ, ഇല്ലേ ടേൺ ഓവർ 100 crore rupees ഓർ മോർ ഉണ്ടെങ്കിൽ, പിന്നെന്താണ് ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ്, ബോറോൺസ്, ഡെപ്റ്റ്സ്, ഡിപ്പോസിറ്റ്സ് ഒക്കെ ഒരു 50 crore rupees ഓർ മോർ ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാ ലിസ്റ്റഡ് പബ്ലിക് കമ്പനികൾക്കും വേണം. അതുപോലെ തന്നെ പബ്ലിക് കമ്പനീസ് വിച്ച് ഹാവിങ് പെയ്ഡ് ക്യാപിറ്റൽ 10 crore ഓർ മോർ ഉണ്ടെങ്കിൽ, പബ്ലിക് കമ്പനി വിത്ത് ടേൺ ഓവർ 100 crore ഓർ മോർ ഉണ്ടെങ്കിൽ, പബ്ലിക് കമ്പനി ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ്, ബോറോവിങ്സ്, ഡിപ്പോസിറ്റ്, ഡിബെഞ്ചേഴ്സ് ഒക്കെ 50 crore കൂടുതൽ ഉണ്ടെങ്കിൽ ഇവരൊക്കെ നിർബന്ധമായിട്ട് ഒരു ഓഡിറ്റ് കമ്മിറ്റി ഫോം ചെയ്യണം.
അപ്പോൾ ഇതാണ് ഒരു ഓഡിറ്റ് കമ്മിറ്റി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ക്രൈറ്റീരിയാസ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തു. ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റിട്ടേൺ കൺസെൻറ്റ് ആ ഓഡിറ്ററിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം. ഞാനിങ്ങനെ ഓഡിറ്റർ ആകാൻ താല്പര്യപ്പെടുന്നു, അയാൾ റിട്ടേൺ കൺസെൻറ്റ് വേണ്ടേ, ഞാൻ ഓഡിറ്റർ ആകാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള കൺസെൻറ്റ് കിട്ടിയിട്ടല്ലേ നമുക്ക് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓഡിറ്ററിൻ്റെ കയ്യിൽ നിന്ന് ഒരു റിട്ടേൺ കൺസെൻറ്റ് വാങ്ങണം. കമ്പനി അപ്പോയിൻമെൻറ്റിന് മുന്നേ ആയിട്ട്, അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനൊരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തു, ആ കാര്യം നമ്മൾ ROCനെ അറിയിക്കണം. എല്ലാ കാര്യങ്ങളും നടന്നാലും ROCനെ അറിയിക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് നടന്നതിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ നമ്മൾ ROCനെ അറിയിക്കണം. എത്ര ദിവസമാണ്? 15 ദിവസം. അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞിട്ട് 15 ദിവസത്തിനുള്ളിൽ നമ്മൾ ROCനെ അറിയിക്കണം. അത് അറിയിക്കേണ്ട ഫോം എന്ന് പറയുന്നത് ADT 1ലാണ്. ADT 1ൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് നടന്നിട്ട് 50 ഡേയ്സിനുള്ളിൽ നമ്മൾ ഓഡിറ്ററിൻ്റെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ ROCനെ അറിയിക്കണം. അതിന് മുന്നേ എന്താണ്, നമ്മൾ ഓഡിറ്ററിൻ്റെ കയ്യിൽ നിന്ന് ഒരു റിട്ടേൺ കൺസെൻറ്റും വാങ്ങണം. അതുപോലെ തന്നെ ഓഡിറ്റർ റിട്ടേൺ കൺസെൻറ്റ് ഒപ്പം ഒരു സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കണം. ആ സർട്ടിഫിക്കറ്റിൽ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഡിസ്ക്വാളിഫൈഡ് ഉള്ള ആളല്ല, ഞാൻ അപ്പോയിൻമെൻറ്റ് യോജിച്ചതാണ് എന്നുള്ള കാര്യം അതിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ഇപ്പോൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ, ഇല്ലെങ്കിൽ ഫേം ആണെങ്കിൽ ഫേം. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ ദ പ്രപ്പോസ്ഡ് അപ്പോയിൻമെൻറ്റ് ഈസ് ആസ് പെർ ദ ടൈം പ്രൊവൈഡഡ് അണ്ടർ ദി ആക്ട്. അതായത് ആക്ട് പ്രകാരമുള്ള അപ്പോയിൻമെൻറ്റ് ആണോ, ആ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ ദ പ്രപ്പോസ്ഡ് അപ്പോയിൻമെൻറ്റ് വിത്തിൻ ദി ലിമിറ്റ് ലെയ്ഡ് ഡൗൺ ബൈ ദി അണ്ടർ ദി അതോറിറ്റി ഓഫ് ദി ആക്ട് എന്ന് പറയുന്നത്. അതായത് ലിമിറ്റിനുള്ളിലാണോ അയാളുടെ അപ്പോയിൻമെൻറ്റ്. അതായത് ഇവിടെ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസ് ആണെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ഒരു ഓഡിറ്റ് ചെയ്യാനുള്ള കമ്പനികളുടെ മാക്സിമം എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 കമ്പനികളാണ്. അതായത് 20 കമ്പനി വരെ ഒരാൾക്ക് ഓഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം ഫേമിൽ ഇപ്പോൾ ഒരാളാണെങ്കിൽ ഒരു പാർട്ട്ണറിനാണെങ്കിൽ ഒരാൾക്കാണെങ്കിൽ 20 കമ്പനി വരെ മാക്സിമം ഓഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഫേമിൻ്റെ കേസിൽ ഇപ്പോൾ 2 പേരുണ്ട്, 2 പാർട്ട്ണർ ഉണ്ടെങ്കിൽ പെർ പേഴ്സൺ ആണ് 20. അപ്പം ഒരു ഫേമിന് ഓഡിറ്റ് അപ്പോയിൻമെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ 40 കമ്പനികൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റും. പെർ പേഴ്സൺ നമ്മൾ നോക്കുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന് 20 കമ്പനി വരെ പറ്റുള്ളൂ. അതായത് ഇപ്പം നമ്മളൊരു കമ്പനിയിൽ ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തു, അയാൾക്ക് ഓൾറെഡി 20 കമ്പനികളിൽ ഓഡിറ്ററായിട്ട് അയാൾ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ഈ കമ്പനി എന്ന് പറയുന്നത് എന്താണ്, 21ാമത്തെ കമ്പനിയാണോ, അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ഓഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അതാണ് ഇവിടെ ലിമിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം വിത്തിൻ ദി ലിമിറ്റ് ആണോ, ആക്ട് പ്രകാരമാണോ, ഇല്ലെങ്കിൽ എന്താണ്, അയാൾ ഡിസ്ക്വാളിഫൈ ആയിട്ടുള്ള ആളല്ല, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, എന്തെങ്കിലും പ്രൊസീഡിങ്സ്, അയാൾക്കെതിരെ എന്തെങ്കിലും കേസ്, പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കേസോ വല്ല നടപ്പുണ്ടോ, ആ കാര്യങ്ങളെല്ലാം ഇതിൽ മെൻഷൻ ചെയ്യണം ആ സർട്ടിഫിക്കറ്റിൽ. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ അതാണ് ADT 1ൽ വിത്തിൻ 50 ഡേയ്സിനുള്ളിൽ ROCനെ നമ്മൾ ഈ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയിക്കണം, കമ്പനി അറിയിക്കണം. ഇനി അടുത്തത് സെക്ഷൻ 139 സബ്സെക്ഷൻ 2 എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ്, അതായത് ടേംസ് ഓഫ് ഓഡിറ്റർ. അത് ഇത്ര ഓർത്താൽ മതി. ഈ റൊട്ടേഷൻ ഓഫ് ഓഡിറ്റർ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ചില കമ്പനീസാണ് ഇതൊക്കെ. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് എല്ലാം. അതുപോലെ തന്നെ ഓൾ കമ്പനീസ് എക്സ്ക്ലൂഡിങ് 1% സ്മോൾ കമ്പനീസ്. അതായത് 1% കമ്പനിക്കും സ്മോൾ കമ്പനീസിൻ്റെ കേസിലും ഈ റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്ന കേസ് അവർക്ക് ആപ്ലിക്കബിൾ അല്ല. അല്ലാത്ത ബാക്കിയുള്ള എല്ലാ കമ്പനികളുടെ കേസ് പറയണത് ഇതാണ്. അൺലിസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ പബ്ലിക് കമ്പനീസിനും പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 10 crore or more ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ആൻഡ് ഹാവിംഗ് എ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹50 crore or more ആൻഡ് ഓൾസോ ഹാവിംഗ് പബ്ലിക് ബൊറോവിങ്സ് ഓർ ആണ് ആൻഡ് അല്ല പബ്ലിക് ബൊറോവിങ്സ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്ക്സ് ഓർ പബ്ലിക് ഡിപ്പോസിറ്റ് ഓഫ് ₹50 crore or more. അതായത് ഇത്രയും കാര്യങ്ങൾ, കണ്ടീഷൻസ്. അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണെങ്കിൽ അവർക്ക് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 10 കോടി അത് കൂടുതലുണ്ടെങ്കിൽ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കേസ് ആണെങ്കിൽ അവരുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ₹50 crore or more ആകാം. അല്ലെങ്കിൽ പബ്ലിക് ബോറോവിങ്സ് എന്തെങ്കിലും ബാങ്ക്സിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ പബ്ലിക് ഡിപ്പോസിറ്റിൽ നിന്നൊക്കെ നമ്മൾ 50 crore or more ഉണ്ടെങ്കിൽ ആ കമ്പനികൾക്കും അതുപോലെ തന്നെ എല്ലാ ലിസ്റ്റഡ് കമ്പനീസിനും റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് ആപ്ലിക്കബിൾ ആണ്. ഈ റൊട്ടേഷൻ ഓഫ് ആപ്ലിക്കബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഇൻഡിവിജ്വൽസ് നമ്മൾ പറഞ്ഞു, ഒരു ഇൻഡിവിജ്വൽസിനോ ഫേമിനോ ഒക്കെ ഓഡിറ്റർ ആകാൻ പറ്റും. ആദ്യത്തെ ഫസ്റ്റ് ഇതിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ കൺക്ലൂഷൻ ടു 6th ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ കൺക്ലൂഷൻ വരെയാണ് നമ്മുടെ ടെന്യൂർ പറഞ്ഞേക്കുന്നത്. 5 years ആണ്. റൊട്ടേഷൻ്റെ കേസ് ആണെങ്കിൽ ഒരാൾക്ക്
ഇൻഡിവിജ്വലിൻ്റെ കേസാണെങ്കിൽ 1 ടൈം ഓഫ് 5 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് പറ്റും. അതായത് 5 വർഷം മാത്രമേ അവർക്ക് അടുപ്പിച്ച് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ ഓഡിറ്ററായിട്ട്. 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് അവർക്ക് 5 വർഷത്തേന് ഓഡിറ്ററായിട്ട് തുടരാൻ പറ്റില്ല. പിന്നെ അവരുടെ 5 വർഷത്തേന് എന്താ പറയുന്നത്, കൂൾ ഓഫ് പീരീഡ് എന്നൊക്കെ പറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് ആ കമ്പനിയിൽ വന്ന് ഓഡിറ്റർ ആവാൻ പറ്റുള്ളൂ. ഇനി ഓഡിറ്റ് ഫേമിൻ്റെ കേസാണെങ്കിൽ, ഒരു ഫേമിൻ്റെ കേസാണെങ്കിൽ അവർക്ക് 2 ടേംസ് ഓഫ് 5 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് പറ്റും. അതായത് അടുപ്പിച്ച് 2 5 കോൺസിക്യൂട്ടീവ്സ്, അതായത് ആദ്യത്തെ 5 വർഷവും പിന്നീടുള്ള 5 വർഷം, അതായത് ടോട്ടൽ 10 വർഷത്തേന് ഒരു ഫേമിന് അടുപ്പിച്ചിരിക്കാൻ പറ്റും. 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൂൾ ഓഫ് പീരീഡ് എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് ആ കമ്പനിയിൽ തന്നെ ഓഡിറ്റർ ആവാനായിട്ട് പറ്റുള്ളൂ. ഒന്നുകൂടി പറയാം, ഒരു ഓഡിറ്റർ ഇൻഡിവിജ്വലിൻ്റെ കേസ് ആണെങ്കിൽ അയാൾക്ക് 1 ടൈം ഓഫ് 5 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്, അതായത് അടുപ്പിച്ച് ആദ്യത്തെ 5 വർഷം മാത്രമേ അയാൾക്ക് ഓഡിറ്ററായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ 6ാമത്തെ വർഷം തൊട്ട് ഇരിക്കാൻ പറ്റില്ല. പിന്നെ ഒരു 5 വർഷം കഴിയുവാണെങ്കിൽ, ആദ്യത്തെ 5 വർഷം പിന്നീടുള്ള 5 വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അയാൾക്ക് ഓഡിറ്ററായിട്ട് വരാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ് ഇടണം. അതായത് അടുപ്പിച്ച് കുറേ നാൾ ഒരു ഇൻഡിവിജ്വൽ തന്നെ ഒരു കമ്പനിയിൽ ഓഡിറ്ററായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അയാളുടെ ഇൻഡിപെൻഡൻ്റ് എന്നുള്ള ഒരു ഫീച്ചർ പോകും. ഒരു ഓഡിറ്റർക്ക് ഏറ്റവും വേണ്ടിയതാണ് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓഡിറ്ററായിട്ട് ഇരിക്കുക എന്നുള്ളത്. അതായത് ഇപ്പം അടുപ്പിച്ച് ഒരു കമ്പനി തന്നെ ഓഡിറ്ററായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ആ കമ്പനിയായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആവും. എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രോഡും ചാൻസസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഇൻഡിപെൻഡൻസി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ലോയിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻഡിവിജ്വലിൻ്റെ കേസാണെങ്കിൽ 1 ടൈം ഓഫ് 5 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്, അതായത് അടുപ്പിച്ചുള്ള 5 വർഷം മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഫേമിൻ്റെ കേസാണെങ്കിൽ അടുപ്പിച്ചുള്ള 5 വർഷം, അതായത് ആദ്യത്തെ 5 വർഷം പിന്നീടുള്ള 5 വർഷം ഇരിക്കാം. 2 ടേംസ് കൊടുത്തിട്ടുണ്ട്. 10 വർഷം അങ്ങനെ അടുപ്പിച്ചിരിക്കാം. അതിനുശേഷം കൂൾ ഓഫ് പീരീഡ് 5 വർഷം എടുത്തിട്ട് വീണ്ടും ആ ഫേമിന് തിരിച്ച് ഓഡിറ്റർ ആവാനായിട്ട് പറ്റുള്ളൂ. ഈ റൊട്ടേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഈ കമ്പനികൾക്ക് മാത്രമാണ് ഈ ഒരു ക്രൈറ്റീരിയ ഉള്ളത്. അല്ലാത്ത എല്ലാ കമ്പനികൾക്കും ഈ റൊട്ടേഷൻ ആപ്ലിക്കബിൾ അല്ലാത്ത കമ്പനിയുടെ കേസാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആദ്യത്തെ 5 വർഷം ഇരിക്കാം, പിന്നീടും അവർക്ക് 5 വർഷം ഇരിക്കാം. അങ്ങനെ വീണ്ടും അവരെ റീഅപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. ആദ്യത്തെ 5 വർഷം ഇരുന്നു, മാറുന്നു, വീണ്ടും അയാളെ തന്നെ ആക്കാം. അങ്ങനെ പിന്നെയും ആക്കിക്കൊണ്ടിരിക്കാനുള്ള പറ്റും സാധാ കമ്പനികൾക്കാണെങ്കിൽ. പക്ഷേ റൊട്ടേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഈ കേസിലുള്ള കമ്പനികളാണെങ്കിൽ അവർക്ക് അടുപ്പിച്ചുള്ള 5 വർഷം മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. ഇൻഡിവിജ്വൽ കേസും അതുപോലെ തന്നെ ഫേമിൻ്റെ കേസും ഒന്ന് ഓർത്തിരിക്കുക. ഇത് കണ്ടില്ലേ, നമ്മൾ പറഞ്ഞ കൂളിംഗ് പീരീഡ് എന്നാണ് പറയുന്നത്. അതായത് അടുപ്പിച്ച് ഒരു 5 വർഷം ഇരുന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നെക്സ്റ്റ് 5 വർഷത്തേന് അയാൾക്ക് ഒരു ഇൻഡിവിജ്വൽസിന് ഓഡിറ്റർ ആവാൻ പറ്റില്ല. അതിന് പറയുന്നതാണ് കൂളിംഗ് പീരീഡ് എന്നാണ് പറയുന്നത്. ഫേമിൻ്റെ കേസാണെങ്കിൽ അടുപ്പിച്ചുള്ള 10 വർഷം ഇരിക്കാം, പിന്നീട് 5 വർഷത്തിന് ഗ്യാപ്പ് ഇടണം. ആ ഗ്യാപ്പിനാണ് കൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ കേസ് ആണെങ്കിൽ അയാൾക്ക് ആദ്യത്തെ ഏജിയം തൊട്ട് 6th ഏജിയം വരെ നമ്മൾ അയാളെ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. അയാൾക്ക് ഇനി 7th 8th 9th 11 അങ്ങനെ 5 വർഷത്തേന് 11th ഏജിയം വരെ അയാൾക്ക് ഓഡിറ്ററായി ഇരിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഫേമിൻ്റെ കേസാണെങ്കിൽ 2 ടേംസിൽ നിൽക്കാൻ പറ്റും. അതായത് ഫസ്റ്റ് തൊട്ട് 11th വരെ 5 വർഷത്തേന് ഇരിക്കാം, 10 വർഷത്തേന് അടുപ്പിച്ചിരിക്കാം. പിന്നീട് 5 വർഷത്തെ ഗ്യാപ്പ് ഇടണം. പിന്നെ 16th ഏജിയം തൊട്ടേ അയാൾക്ക് ഒരു ഫേമിന് ഓഡിറ്റർ ആകാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നത്. പിന്നെ അടുപ്പിച്ചുള്ള വർഷം എന്ന് പറഞ്ഞിട്ട് 5 വർഷത്തേന് നമുക്ക് ഓഡിറ്ററായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം ആദ്യത്തെ ഒരു 3 വർഷം ഓഡിറ്ററായിട്ടിരുന്നു, പിന്നീട് ഇൻഡിവിജ്വൽ വേറൊരു സ്ഥലത്തോട്ടൊക്കെ പോയി, അപ്പം ഒരു വർഷത്തെ ഗ്യാപ്പ് വന്നു. അപ്പം തിരിച്ച് വീണ്ടും അയാൾ കമ്പനി വന്നിട്ട് പറയാം, ഞാൻ 3 വർഷമല്ലേ ഇരുന്നുള്ളൂ, എനിക്ക് എൻ്റെ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 പീരീഡ് ആണല്ലോ, അപ്പോൾ ഇനി എനിക്ക് ബാലൻസ് 2 വർഷം കൂടി ഇരിക്കാൻ പറ്റും. അങ്ങനെ പറ്റത്തില്ല, അടുപ്പിച്ചായിരിക്കണം 5 വർഷം. അല്ലാതെ ഇടയ്ക്ക് 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരിക്കലും ഗ്യാപ്പ് വരാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ ഇയാൾ 3 വർഷത്തേന് മാത്രമേ ചെയ്തുള്ളൂ എങ്കിൽ പോലും അയാൾ ആ ഫുൾ ഇയർ ഇരുന്നതായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. വീണ്ടും ബാലൻസ് വർഷം വന്ന് ഇരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അടുപ്പിച്ചുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, കോൺസിക്യൂട്ടീവ് ആയിട്ട് അടുപ്പിച്ച് വരുന്ന കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 5 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഇയേഴ്സിൽ, അടുപ്പിച്ചുള്ള ഇയേഴ്സിൽ മാത്രമേ ഒരു ഓഡിറ്റർക്ക് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പറഞ്ഞു ഒരു ഇൻഡിവിജ്വലിൽ കേസാണെങ്കിൽ അയാൾ ആദ്യത്തെ 5 വർഷം ഇരുന്നു, പിന്നീട് അയാൾക്ക് കൂളിംഗ് പീരീഡായി. അപ്പോഴേക്കും നെക്സ്റ്റ് 5 വർഷത്തേന് നമ്മുടെ കമ്പനി പുതിയ ഓഡിറ്ററിനെ കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ പുതിയ ഓഡിറ്ററിനെ കണ്ടുപിടിക്കുന്ന കേസിൽ ഒരു ഫേമിനെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ ആ ഫേമിൽ 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു.
ആ പാർട്ട്നേഴ്സിൽ ഒരാളായിരുന്നു നമ്മുടെ ആ പഴയ ഓഡിറ്റർ വന്ന് ചേർന്നു പുതിയ കമ്പനിയിലേക്ക്, ആ ഫേമിലേക്ക് ഒരു പാർട്ട്ണറായിട്ട് വന്നു. അപ്പം പുതിയ ഫേം ആയതുകൊണ്ട് നമ്മുടെ കമ്പനി ഓൾറെഡി ആ ഫേമിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ നമ്മുടെ പഴയ ഓഡിറ്ററും വന്നിട്ടുണ്ട്. പഴയ ഇൻഡിവിജ്വൽ ഓഡിറ്ററിന് ഓൾറെഡി എന്താണ് 5 വർഷം അടുപ്പിച്ച് ചെയ്തുകൊണ്ട് 5 വർഷത്തെ ഗ്യാപ്പ് എടുക്കണം. അപ്പം അയാൾക്ക് ഇവിടെ വന്ന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? അയാൾക്കും ഓഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ആ ഫേമിനും ഒരിക്കലും ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ആ ഓൾഡ് ഓഡിറ്ററാണ് ഇപ്പോഴത്തെ ആ ഫേമിൽ ഒരു പാർട്ട്ണറായിട്ട് നിന്ന് വീണ്ടും നമ്മുടെ കമ്പനീനെ ഓഡിറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ആ കേസിൽ ഒരിക്കലും അയാൾക്കും പറ്റത്തില്ല, ആ കമ്പനിക്കും ആ ഫേമിനും നമ്മുടെ കമ്പനി വന്ന് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് പാസ്റ്റ് നമ്മുടെ കമ്പനിയിൽ ഓഡിറ്ററായിട്ടിരിക്കുന്ന ഒരാൾ കൂളിംഗ് പീരീഡിലുള്ള ടൈമിൽ പുതിയൊരു ഫേമിലോ പുതിയൊരു പാർട്ട്ണറോ ഒക്കെ ആയിട്ട് നമ്മുടെ കമ്പനിയിൽ ഓഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് പ്രത്യേകം ഓർത്തിരിക്കാം. പിന്നെ അടുത്ത ഈ ടെന്നർ കമ്പനീസ് ഓഫ് എക്സ്പയറി ഓഫ് ദ ടൈം, ഈ കേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റൊട്ടേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കേസിൽ മറ്റേ ഓഡിറ്റ് കമ്മിറ്റി ബോർഡ് റെക്കമെൻഡ് ചെയ്യുക, ആ സെയിം പ്രൊവിഷനാണ് നമ്മൾ ആദ്യം പഠിച്ച പോലെ തന്നെ. ഓഡിറ്റ് കമ്മിറ്റി സമ്മതിക്കുവാണെങ്കിൽ അങ്ങനെ ആ കേസാണ്. അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പം നമ്മൾ പറഞ്ഞ അതാണ്, ഒരു കോമൺ പാർട്ട്ണർ ആണല്ലോ, ആ കേസാണ്. അതായത് ഇപ്പം പഴയ ഓഡിറ്റർ പുതിയ ഫേമിൽ ഒരു പാർട്ട്ണറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് കോമൺ പാർട്ട്ണറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും നമ്മുടെ എന്താണ് കൂളിംഗ് പീരീഡ് ടൈമാണ്, ഒരിക്കലും നമ്മുടെ കമ്പനിയിൽ എന്താണ് ഓഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അതുപോലെ തന്നെ സെയിം നെറ്റ്വർക്ക് ആണെങ്കിലും അവർക്കൊന്നും ഒരിക്കലും നമ്മുടെ കമ്പനിയിൽ എന്ത് ഓഡിറ്ററായി വരാനായിട്ട് പറ്റില്ല. അതാണ് ഈ കേസ് പറയണത്. അടുത്ത കേസ് ഒരു ഗവൺമെന്റ് കമ്പനിയുടെ കേസാണ് പറയുന്നത്. ഗവൺമെന്റ് കമ്പനി ഡെഫിനേഷൻ പറയുന്നത് സെക്ഷൻ 2 ക്ലോസ് 45 നമുക്കറിയാം 51% കൂടുതൽ എന്താ വോട്ടിംഗ് പവറും ഒക്കെ ഉള്ളതിനെയാണ് നമ്മൾ ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത്. അപ്പം ഗവൺമെന്റ് കമ്പനിയിൽ ഒരു ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെക്ഷൻ 139 സബ്സെക്ഷൻ 7 ഈ ഗവൺമെന്റ് കമ്പനിയിലെ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആ ഗവൺമെന്റ് കമ്പനിയിൽ ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ C&AG ആണ്, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് എന്ത് അപ്പോയിന്റ് ചെയ്യുന്നത്. ഒരു ഗവൺമെന്റ് കമ്പനിയിലെയാണ് ഫസ്റ്റ് ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് C&AG ആണ്. ഈ C&AG അത് ചെയ്യേണ്ടത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് 60 ദിവസത്തിനുള്ളിലാണ് നമ്മൾ അപ്പോയിൻമെന്റ് ചെയ്യേണ്ടത്. C&AG അപ്പോയിൻമെന്റ് ചെയ്യേണ്ടത് ഇൻകോപ്പറേഷൻ കഴിഞ്ഞിട്ട് വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ നമ്മൾ അപ്പോയിൻമെന്റ് ചെയ്യണം. ഇനി C&AG അങ്ങനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് ഫെയിലായി, അവർക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റിയില്ല, എന്ത് കേസ് വരുവാണെങ്കിലും നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. ഇനി ബോർഡും അപ്പോയിന്റ് ചെയ്യാനായിട്ട് ഫെയിലായി, ആദ്യം C&AG ആയിരുന്നു ചെയ്യേണ്ടത് വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ, പക്ഷെ C&AGക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ബോർഡ് അപ്പോയിന്റ് ചെയ്യും വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ. പക്ഷെ ബോർഡ് ഫെയിൽ ചെയ്തു മെമ്പറിനെ നമ്മുടെ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യാൻ. അങ്ങനത്തെ കേസ് വരുവാണെങ്കിൽ നമ്മുടെ മെമ്പേഴ്സ് ആയിരിക്കും നെക്സ്റ്റ് 60 ഡേയ്സ് ഓഫ് EGM വെച്ച് വിത്തിൻ 60 ഡേയ്സ് ഓഫ് EGM വെച്ച് നമ്മൾ മെമ്പേഴ്സ് ആയിരിക്കും ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണത്. അങ്ങനെ ഫസ്റ്റ് AGM വരെ ഫസ്റ്റ് AGM വരെ കൊണ്ടുപോകും. അതായത് ഫസ്റ്റ് ഇത്രേ ഉള്ളൂ, ഇത്ര ഓർത്താൽ മതി. ഒരു ഗവൺമെന്റ് കമ്പനിയിൽ കേസിൽ വരുമ്പോൾ ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തത് C&AG ആണ്. C&AGക്കാണ് ഒരു ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമുള്ളത്. അതിനുശേഷം അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ ചെയ്യണം. പക്ഷേ നമ്മുടെ C&AG അത് ചെയ്യാനായിട്ട് ഫെയിലായി എന്ത് കേസ് വരുവാണെങ്കിലും നമ്മുടെ ബോർഡാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ. നെക്സ്റ്റ് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ചെയ്യണം. ബോർഡും ഫെയിലായി അങ്ങനെ വരുന്ന കേസാണെങ്കിൽ മെമ്പേഴ്സ് ആയിരിക്കും നെക്സ്റ്റ് 60 ഡേയ്സ് അറ്റ് EGM വെച്ച് അപ്പോയിന്റ് ചെയ്യും. അങ്ങനെ ഫസ്റ്റ് AGM വരെ നമ്മുടെ ഫസ്റ്റ് ഓഡിറ്റർ ആ ഗവൺമെന്റ് കമ്പനിയിൽ നിൽക്കും. പിന്നെ സബ്സെക്ഷൻ 5 പറയുന്നത് സബ്സിക്വന്റ് ഓഡിറ്ററിന്റെ കേസാണ് ഈ ഗവൺമെന്റ് കമ്പനിയിൽ. അതായത് ഗവൺമെന്റ് കമ്പനിയിൽ ഫസ്റ്റ് ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഫസ്റ്റ് AGM മുന്നേ ഒരു ഓഡിറ്റർ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നു ഫസ്റ്റ് AGM വരെ. അപ്പോൾ ഫസ്റ്റ് AGM വെച്ച് വീണ്ടും നമ്മൾ ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യണം. അതായത് ഈ ഗവൺമെന്റ് കമ്പനിയുടെ കേസിൽ ഈ 5 വർഷം ഒന്നുമില്ല, ആകെ 1 വർഷമേ ഉള്ളൂ ഫസ്റ്റ് ഓഡിറ്ററിന്റെ കേസിൽ. അതുകൊണ്ടാണ് സബ്സിക്വന്റ് ഓഡിറ്ററിന്റെ കേസ് ഇവിടെ പറയുന്നത്. അപ്പം ഈ ഫസ്റ്റ് AGM വെച്ച് വീണ്ടും ഇനി നമുക്ക് സബ്സിക്വന്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യണം. ആ കേസ് വരുമ്പോൾ C&AG ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അത് അപ്പോയിന്റ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ വിത്തിൻ 180 ഡേയ്സ് ഫ്രം ദി കമൻസ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ ആണ്. അപ്പം C&AG വിത്തിൻ 180 ഡേയ്സിനുള്ളിൽ പുതിയ ആളെ സബ്സിക്വന്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യണം.
ആ അപ്പോയിന്റ് ചെയ്യുന്ന ആൾ എത്ര നാൾ വരെ നിൽക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാൽ ഹോൾഡ് ഓഫീസ് ടിൽ കൺക്ലൂഷൻ ഓഫ് ആനുവൽ ജനറൽ മീറ്റിംഗ്, അതായത് ഇനി വരാൻ പോകുന്ന അടുത്ത ആനുവൽ ജനറൽ മീറ്റിംഗിൽ വരെ നിൽക്കാം. അതായത് ആദ്യം ഒരു ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തു. എപ്പോൾ വരെ? ആദ്യത്തെ AGM വരെ. അതെങ്ങനെയായിരുന്നു? C&AG അപ്പോയിന്റ് ചെയ്തു വിത്തിൻ 60 days, പിന്നെ ബോർഡ് അപ്പോയിന്റ് ചെയ്തു, C&AG ഫെയിൽ ആയ കേസ്, പിന്നെ മെമ്പേഴ്സ് അപ്പോയിന്റ് ചെയ്തു, അങ്ങനത്തെ ഒരു കേസായിരുന്നു. അങ്ങനെ അയാൾ ഫസ്റ്റ് AGM വരെ ഇരുന്നു. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓഡിറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത സബ്സിക്വന്റ് ഓഡിറ്റർ. ഈ ഫസ്റ്റ് AGM കഴിയുമ്പോൾ പുതിയ ആളെ നമ്മൾ കണ്ടുപിടിക്കണമല്ലോ, ആ ആളെയാണ് സബ്സിക്വന്റ് ഓഡിറ്റർ എന്ന് പറയുന്നത്. ഈ സബ്സിക്വന്റ് ഓഡിറ്ററിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? C&AG ആണ്. വിത്തിൻ 180 days ഫ്രം ദ കമൻസ്മെന്റ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ തൊട്ടാണ്. പിന്നെ അത് എത്ര നാൾ അയാളുടെ ടെന്യൂർ എന്ന് പറയുന്നത് നെക്സ്റ്റ് AGM വരെ ആയിരിക്കും. ഇവിടെ 1 വർഷത്തെ കേസുള്ളൂ, ഇവിടെ 5 വർഷത്തെ കേസില്ല. ഏത്? ഗവൺമെന്റ് കമ്പനിയുടെ കേസിൽ. ഇപ്പൊ നമ്മൾ എന്താ ഗവൺമെന്റ് കമ്പനിയുടെ കേസ് പഠിച്ചു. ഇനി സബ്സെക്ഷൻ 6ൽ പറയുന്നത് ഗവൺമെന്റ് കമ്പനി അല്ലാത്ത കമ്പനികളിൽ ഫസ്റ്റ് ഓഡിറ്ററിന്റെ കേസാണ് പറയുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഡിറ്ററിനെ സാധാ കമ്പനികളിൽ, ഗവൺമെന്റ് കമ്പനി അല്ലാത്ത കമ്പനികളിൽ എങ്ങനെയാണ് അവരെ അപ്പോയിന്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. വിത്തിൻ 30 days ഓഫ് ദി ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യണം. ദ ഓഡിറ്റേഴ്സ് അപ്പോയിന്റഡ് ഷാൽ ഹോൾഡ് ഓഫീസ് അണ്ടിൽ ദി കൺക്ലൂഷൻ ഓഫ് ഫസ്റ്റ് AGM. ഇയാളും എന്ത് ചെയ്യണം? ഫസ്റ്റ് AGM വരെ ആയിരിക്കും ആ ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത്. എല്ലാ കേസിലും ഫസ്റ്റ് AGM വരെ ആയിരിക്കും ആ ഫസ്റ്റ് ഓഡിറ്റർ ആ ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത്. ഫസ്റ്റ് AGM തൊട്ടാണ് ഈ സാധാ കമ്പനികളിൽ 5 വർഷം ഇരിക്കുക എന്നുള്ള കേസ് വരുന്നത്. അല്ലാത്ത കേസിൽ ഗവൺമെന്റ് കമ്പനിയുടെ കേസാണെങ്കിലും നമ്മുടെ സാധാ കമ്പനിയുടെ കേസാണെങ്കിലും ഫസ്റ്റ് ഓഡിറ്റർ ആദ്യത്തെ AGM വരെ ആയിരിക്കും ആ ഓഫീസിൽ അയാളുടെ ടെന്യൂർ എന്ന് പറയുന്നത്. എന്നിട്ട് ഫസ്റ്റ് AGM വെച്ച് പുതിയ ആളെ അപ്പോയിന്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഓഡിറ്ററെ കമ്പനിയുടെ കേസിൽ ഗവൺമെന്റ് കമ്പനി അല്ലാത്ത കമ്പനികളിൽ അപ്പോയിന്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഗവൺമെന്റ് കമ്പനിയാണ് എന്താണ്? C&AG ആണ്. ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫസ്റ്റ് ഓഡിറ്ററിനെ ചെയ്യുന്നത് കമ്പനിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ. കാരണം ഇപ്പോൾ 30 ഡേയ്സ് ഓർക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ എപ്പോഴും ഫസ്റ്റ് ഓഡിറ്റർ വേണമല്ലോ. അപ്പം കമ്പനി തുടങ്ങിയിട്ട് ഏറ്റവും കുറവ് ദിവസം 1 മാസത്തിനുള്ളിൽ, 1 മാസം എന്ന് ഓർക്കേണ്ടില്ലേ, വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ വേണം നമ്മുടെ രജിസ്ട്രേഷൻ തുടക്കാനായിട്ട്. അയാൾ എന്നിട്ട് ഫസ്റ്റ് AGM വരെ അവിടെ ഹോൾഡ് ചെയ്തിരിക്കും. പിന്നെ ഫസ്റ്റ് ഓഡിറ്ററിങ് ഗവൺമെന്റ് കമ്പനിയുടെ കേസാണെങ്കിൽ നമ്മൾ പഠിച്ചല്ലോ, C&AG ഒക്കെയാണ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. അടുത്തത് സബ്സെക്ഷൻ 8ൽ പറയുന്നത് 139 സബ്സെക്ഷൻ 8ൽ പറയുന്നത് ഫില്ലിംഗ് അപ്പ് കാഷ്വൽ വേക്കൻസി ആണ്. അതായത് ഇപ്പോൾ ഓഡിറ്ററായിട്ട് ഇരിക്കുവാണ്. അപ്പം ആ കേസിൽ എന്തെങ്കിലും ഒരു വേക്കൻസി വന്നു, അതായത് ഇപ്പം നമ്മുടെ ഓഡിറ്ററിന് എന്തെങ്കിലും ഡെത്തോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ആ ഓഡിറ്ററിന്റെ സ്ഥാനം ഒഴിഞ്ഞു പോയാൽ, വേക്കൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പുതിയ ആളെ കണ്ടുപിടിക്കണമല്ലോ. ഒന്നെങ്കിൽ ഓഡിറ്റർ ഡെത്ത് സംഭവിച്ചതാകാം, ഇല്ലെങ്കിൽ ഓഡിറ്റർ റിസൈൻ ചെയ്തതാകാം. അങ്ങനെ എന്തെങ്കിലും കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, റെസിഗ്നേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കൊണ്ട് വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ പുതിയ ആളെ കണ്ടുപിടിക്കണം. അങ്ങനെ പുതിയ ആളെ കണ്ടുപിടിക്കുന്ന ബോർഡാണ് നമ്മുടെ കമ്പനിയിൽ ഒരു കാഷ്വൽ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ പുതിയ ഒരു ഓഡിറ്റിനെ അപ്പോയിന്റ് ചെയ്യണം. അത് അപ്പോയിന്റ് ചെയ്യേണ്ടത് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ വേണം നമ്മൾ പുതിയ ആളെ അപ്പോയിന്റ് ചെയ്യാനായിട്ട്. അങ്ങനെ കാഷ്വൽ വേക്കൻസി മൂലം ഒരു ഓഡിറ്റർ അപ്പോയിന്റ് ആയിട്ടുണ്ടെങ്കിൽ അയാൾ ഹോൾഡ് ഓഫീസ് അണ്ടിൽ ദി കൺക്ലൂഷൻ ഓഫ് നെക്സ്റ്റ് AGM വരെ ആയിരിക്കും അയാൾ അവിടെ നിൽക്കേണ്ടത്. ഇനി ഗവൺമെന്റ് കമ്പനിയുടെ കേസ് ആണെങ്കിൽ ഇങ്ങനെ ഒരു കാഷ്വൽ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ആര് ചെയ്യണം? C&AG ആയിരിക്കും ആ കാഷ്വൽ വേക്കൻസി ഫില്ല് ചെയ്യേണ്ടത്. പുതിയ ആളെ കണ്ടുപിടിക്കണം. അതും വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ തന്നെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇനി C&AGക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയില്ല, ആ വേക്കൻസി പുതിയ ആളെ കണ്ടുപിടിച്ച് ചെയ്യാനായിട്ട് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും അത് ഫില്ല് ചെയ്യുന്നത് നെക്സ്റ്റ് 30 ഡേയ്സിനുള്ളിൽ. അപ്പോൾ നമ്മുടെ സാധാ കമ്പനിയുടെ കേസ് ആണെങ്കിൽ ഒരു കാഷ്വൽ വേക്കൻസി ഡെത്ത് കൊണ്ടോ റെസിഗ്നേഷൻ കൊണ്ടോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോർഡായിരിക്കും ഒരു പുതിയ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ. അയാൾ എന്നിട്ട് നെക്സ്റ്റ് AGM വരെ ആ ഓഫീസ് ഹോൾഡ് ചെയ്യും. ഇനി ഗവൺമെന്റ് കമ്പനിയുടെ കേസാണ് C&AG വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ അപ്പോയിന്റ് ചെയ്യും. C&AG ഇനി പുതിയ ആളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അടുത്ത വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ അപ്പോയിന്റ് ചെയ്യും. ഇനി അടുത്ത സെക്ഷൻസ് 139 സബ്സെക്ഷൻ 9ഉം 10ഉം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റീ അപ്പോയിൻമെന്റ് ഓഫ് റിട്ടയറിംഗ് ഓഡിറ്റർ അറ്റ് AGM. അതായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റിട്ടയർഡ് ആയിട്ട് വരുന്നുണ്ടല്ലോ, ഫസ്റ്റ് കൺക്ലൂഷൻ ഓഫ് 6th AGM വരെയാണല്ലോ ഒരാൾ ഉള്ളത്.
അപ്പം റിട്ടയർ ആകുന്ന ഒരാളെ തന്നെ വീണ്ടും നമുക്ക് റീഅപ്പോയിന്റ് ചെയ്യാലോ. ഈ റൊട്ടേഷൻ ഇല്ലാത്ത കേസ് ആണെങ്കിൽ, റൊട്ടേഷൻ വരുവാണെങ്കിൽ അയാൾക്ക് 5 വർഷത്തെ കൂളിംഗ് പീരീഡ് ഒക്കെ വേണമല്ലോ. അപ്പം റൊട്ടേഷൻ ഇല്ലാത്ത കേസ് ആണെങ്കിൽ നമ്മുടെ 5 വർഷം ഇരുന്നിട്ട് റിട്ടയർഡ് ആവുകയാണല്ലോ, വീണ്ടും അയാളെ തന്നെ റീഅപ്പോയിന്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ റീഅപ്പോയിന്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ആ റീഅപ്പോയിന്റ് ചെയ്യണമെങ്കിൽ അയാൾ ഡിസ്ക്വാളിഫൈ ആയിട്ടുള്ള ആളല്ലായിരിക്കണം, അതായത് നല്ല ആളായിരിക്കണം. ഒരു തരത്തിലുള്ള നമ്മുടെ സെക്ഷനിൽ പറയുന്ന തരത്തിലൊരു ഡിസ്ക്വാളിഫിക്കേഷൻ അയാൾക്ക് ഉണ്ടാകരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അയാളെ തന്നെ വീണ്ടും അടുത്ത 6ാമത്തെ വർഷം വീണ്ടും റീഅപ്പോയിന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഓഡിറ്റർ റിട്ടയർ ആയ ആള് കമ്പനിക്ക് ഒരു റിട്ടേൺ നോട്ടീസ് ഒന്നും കൊടുക്കാൻ പാടില്ല. കാരണം എനിക്ക് ഇവിടെ ഓഡിറ്റർ ആകാൻ പറ്റില്ല, എനിക്ക് അതിനുള്ള അൺവില്ലിങ്സ് അവിടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും എന്താണ് അവിടെ അപ്പോൾ ഓഡിറ്റർ ആകാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്, എനിക്ക് അവിടെ താല്പര്യമില്ല എന്ന് ഒരു ഓഡിറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പിടിച്ച് നമുക്ക് നിർബന്ധിച്ച് ഓഡിറ്റർ ആക്കാൻ പറ്റില്ല. അപ്പം അയാളുടെ അൺവില്ലിങ്സ് ഒരു നോട്ടീസിൽ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും നമുക്ക് റീഅപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും ഒരിക്കലും നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവിടെ പറയുന്ന റീഅപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ഡിസ്ക്വാളിഫൈ അല്ലെങ്കിൽ ഇയാൾ നോട്ടീസ് കൊടുത്തിട്ടില്ലെങ്കിൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ റെസൊല്യൂഷന് മെമ്പേഴ്സ് പാസ്സാക്കി, ഇപ്പം ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി പുതിയ ആളെ ആക്കണമെന്ന് പറഞ്ഞ് മെമ്പേഴ്സ് അങ്ങനെ ഒരു പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ ഓഡിറ്ററെ വീണ്ടും ആക്കാൻ പറ്റില്ല. അതാണ് കേസ് പറയുന്നത്. അല്ലാത്ത എല്ലാ കേസിലും റൊട്ടേഷൻ ആപ്ലിക്കബിൾ അല്ലാത്ത കേസിൽ നമ്മുടെ 6th AGMൽ നമുക്ക് എന്ത് ആ റിട്ടയറിംഗ് ആയിട്ടുള്ള ഓഡിറ്ററെ തന്നെ വീണ്ടും നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ഈ സബ്സെക്ഷൻ 10 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആനുവൽ ജനറൽ മീറ്റിംഗിൽ ഒരു ഓഡിറ്ററിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുകയോ ഇല്ലെങ്കിൽ റീഅപ്പോയിന്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനത്തെ കേസ് ആണെങ്കിൽ ആ പഴയ എക്സിസ്റ്റിംഗ് ഓഡിറ്ററെ തന്നെ ആയിരിക്കും നമ്മൾ എന്താ ആ കമ്പനിയുടെ ഓഡിറ്റർ ആയിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണത്. അതാണ് സെക്ഷൻ 9ലും 10ലും പറയണത്. അപ്പം ഒരു റൊട്ടേഷൻ ആപ്ലിക്കബിൾ അല്ലാത്ത കമ്പനി ആണെങ്കിൽ റിട്ടയറിംഗ് ആയിട്ടുള്ള ഓഡിറ്ററിനെ വീണ്ടും നമുക്ക് റീഅപ്പോയിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അയാളപ്പം ഡിസ്ക്വാളിഫൈ ആകരുത്, അൺവില്ലിങ്നെസ് കൊടുക്കരുത്, പിന്നെന്താണ് SR ഒന്നും പാസ്സാക്കി കാണരുത്. പിന്നെന്താണ് സെക്ഷൻ 10ൽ പറയുന്നത്, ഇപ്പം ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല, റീഅപ്പോയിന്റ് ചെയ്തിട്ടില്ല, അങ്ങനത്തെ കേസാണെങ്കിൽ ആ പഴയ എക്സിസ്റ്റിംഗ് ഓഡിറ്റർ ഷാൽ കണ്ടിന്യൂ ടു ബി ദി ഓഡിറ്റർ ഓഫ് ദി കമ്പനി.